ഹലോ ബ്യൂട്ടിഫുൾ സോൾസ്, എല്ലാവർക്കും നമ്മളുടെ ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആ ഒരു പേഴ്സൻ്റെ ഇപ്പോഴത്തെ കറണ്ട് എനർജി ലെവലാണ്. ഈ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഇതെല്ലാവരുടെയും എനർജിയായിട്ട് മാച്ച് ചെയ്യുന്നില്ല. സോ നമ്മളുടെ എനർജിയായിട്ട് മാച്ച് ചെയ്യുന്നവർ മാത്രം ഇത് അക്സെപ്റ്റ് ചെയ്യുക. ഇത് ടൈംലെസ് റീഡിംഗ് ആയതുകൊണ്ട് ഇതെപ്പോഴാണോ കാണുന്നത് അപ്പോൾ മുതലാണ് ഇത് വാലിഡ് ആവുക. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. എല്ലാവരും മൈൻഡൊക്കെ വളരെ കാം ആൻഡ് ക്വയറ്റ് ആൻഡ് റിലാക്സ്ഡ് ആയിട്ടിരിക്കുക. നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന എനർജി എന്ന് വെച്ചാൽ, നിങ്ങളുടെ ഈ ഒരു പേഴ്സൺ ഇപ്പോൾ വല്ലാത്ത ഒരു ഇമോഷണലി ഇഷ്യൂസിൽ കൂടെയൊക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അയാൾക്ക് ശരിക്കും പറഞ്ഞാൽ അയാൾ തകർന്നൊരവസ്ഥയിലാണ്. അതുപോലെ തന്നെ ഒരു ഡിപ്രഷൻ അങ്ങനത്തെയൊക്കെ ഒരു രീതിയിലാണ് ഇപ്പോൾ ആ ഒരു പേഴ്സൻ്റെ മൈൻഡ് ഇരിക്കുന്നത്. അതുപോലെ അയാളുടെ ഒരു മെൻ്റൽ ഹെൽത്ത് കംപ്ലീറ്റ് ആയിട്ടും ഒരു വല്ലാത്തൊരു ലെവലിൽ ആണ് ആ ഒരു പേഴ്സൺ ഇരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നേരത്തെ എന്തെങ്കിലും നടന്ന എന്തെങ്കിലും ഒരു കാര്യം, അതായത് അയാൾ ആരുമായിട്ടും ഷെയർ ചെയ്യാത്ത എന്തോ ഒരു സീക്രട്ട്, അത് ചിലപ്പോൾ അയാളുടെ പേഴ്സണൽ ലൈഫായിരിക്കാം അല്ലെങ്കിൽ പ്രൊഫഷണൽ ലൈഫായിരിക്കാം. അപ്പോൾ അതുപോലെ എന്തോ ഒരു കാര്യം ആ ഒരു പേഴ്സൻ്റെ ജീവിതത്തിൽ നടന്നിട്ട്, അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഈ ഒരു പേഴ്സൻ്റെ മൈൻഡിൽ വന്ന് അയാൾ വളരെയധികം ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ കൊണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ ചിലപ്പോൾ നിങ്ങൾ തമ്മിലൊരു കോണ്ടാക്റ്റ് ഉണ്ടാവില്ലായിരിക്കും, അതല്ലെങ്കിൽ സ്മൂത്തായിട്ട് പോകുന്നതായിരിക്കാം. പക്ഷേ ഇപ്പോൾ ചെറിയൊരു ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ചെറിയൊരു മന്ദത ഫീൽ ചെയ്യുന്നതിന് റീസൺ ഇതാണ്. ആളുടെ ഇമോഷൻസ് ഒന്നും ഇപ്പോൾ ആളുടെ കയ്യിലല്ല. അയാൾ ഒരുപാട് ഡിസ്റ്റർബ്ഡ് ആണ്. അയാളുടെ സ്വന്തം ഫീലിങ്സുമായിട്ട് അയാൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ഡിസ്റ്റൻസിലാണെങ്കിൽ ഇപ്പോൾ ഒരു പേഴ്സൺ, അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ പറ്റി ഇപ്പോൾ ആ ഒരു പേഴ്സൺ വിലയിരുത്തിക്കൊണ്ടിരിക്കണം. അതായത് ഇത് ബ്രേക്കപ്പ് ചെയ്യണോ അതോ ഇത് കണ്ടിന്യൂ ചെയ്ത് പോകണോ എന്നൊക്കെ വല്ലാത്ത ഒരു അതായത് ഒരു ഡിസിഷൻ മേക്കിംഗ് പീരീഡാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സ്റ്റേജിലാണ് ഇപ്പോൾ ഈ ഒരു വ്യക്തി ഇരിക്കുന്നത്. അത് ബ്രേക്കപ്പ് മാത്രമല്ല, അതായത് ഈ ഒരു റിലേഷൻ ബ്രേക്കപ്പ് ചെയ്യണോ അത് കണ്ടിന്യൂ ചെയ്യണോ എന്നൊരു ഒരു എനർജിയിലാണ് ഇരിക്കുന്നത്. അത് മേ ബി ചിലപ്പോൾ ഇത്രയും നാളും ആ ഒരു നിങ്ങളിപ്പോൾ നല്ല രീതിയിലൊക്കെ പോയിക്കൊണ്ടിരുന്നതായിരിക്കാം. പക്ഷേ നിങ്ങൾ നിങ്ങളുടെ ഭാവിയെ പറ്റി അധികം ചിന്തിച്ച് അല്ലെങ്കിൽ സംസാരിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ ഇപ്പോൾ ആ ഒരു പീരീഡാണ്. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ കുറച്ചുകൂടെ ലൈഫ് സീരിയസ് ആക്കി എടുക്കാൻ, അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ അടുത്ത സ്റ്റേജ്, അതായത് നെക്സ്റ്റ് ലെവലോട്ട് എങ്ങനെ ആവണം എന്നൊക്കെ ആ ഒരു വ്യക്തി തീരുമാനിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ഒരു മാരേജും കാര്യങ്ങളിലോട്ടൊന്നും സംസാരിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ ചിലപ്പോൾ ഇനിയിപ്പോൾ ആ ഒരു പേഴ്സൺ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിൽ നെക്സ്റ്റ് ലെവലിലോട്ട് വരാം, അതായത് ഒരു മാരേജ്, ഒരു ഫ്യൂച്ചർ, നല്ലൊരു ലൈഫ്, അതിനെയൊക്കെ പറ്റി ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നിങ്ങൾ തമ്മിലൊരു നോ കോൺടാക്റ്റും അല്ലെങ്കിൽ ഒരു ഡിസ്റ്റൻസ് ഒക്കെ കീപ്പ് ചെയ്തിട്ട് ഇരിക്കുകയായിരിക്കും. ഇപ്പോൾ ഒരു സംസാരിക്കലൊന്നുണ്ടാവില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു എനർജിയിലിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഈ ഒരു വ്യക്തി നിങ്ങളുടെ അടുത്ത് തിരിച്ച് കോൺടാക്റ്റ് ചെയ്യാനും, അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ അതായത് നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യണം, നിങ്ങളോട് സംസാരിക്കണം എന്നൊക്കെ ആ ഒരു പേഴ്സൻ്റെ ഉള്ളിൽ ഒരു ചിന്തകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് എന്നാണ് നമ്മളോട് യൂണിവേഴ്സ് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ അകത്ത് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ തരത്തിൽ കാര്യങ്ങൾ വരാൻ വേണ്ടി ചിലപ്പോൾ കുറച്ച് ടൈം എടുക്കും. അതായത് ഡിവൈൻ ടൈമിങ്ങിന് വേണ്ടി കുറച്ച് കാലതാമസം എടുക്കും. നിങ്ങൾ ആഗ്രഹിച്ച പോലെ ആ ഒരു റിലേഷൻഷിപ്പിനെ മോൾഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് യൂണിവേഴ്സ്. അപ്പോൾ ചിലപ്പോൾ അതിനും വേണ്ടി ഉള്ളൊരു തയ്യാറെടുപ്പിൽ കൂടെ ആയിരിക്കാം ആ ഒരു പേഴ്സൺ. അപ്പോൾ അയാളുടെ ഉള്ളിൽ ഇങ്ങനെയുള്ള ചിന്തകളും കാര്യങ്ങളും ഒക്കെ നല്ലതുപോലെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു വ്യക്തിനെ പഴയ അതായത് അയാൾക്ക് എന്തൊക്കെയോ സീക്രട്സ് ഉണ്ടായിരുന്നിരിക്കാം. അപ്പോൾ ആ ഒരു സീക്രട്സൊക്കെ മനസ്സിൻ്റെ ഉള്ളിൽ മറച്ചു വെച്ചാണ് ആ ഒരു പേഴ്സൺ, അതായത് നിങ്ങളോട് കള്ളത്തരം കാണിച്ചെന്നല്ല, ഒരുപാട് നാളുകൾക്ക് മുന്നേ എന്തെങ്കിലും അയാളുടെ ലൈഫിൽ നടന്നിട്ടുണ്ടാവാം. അപ്പോൾ ആ ഒരു ഇഷ്യൂസും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അതും ഇതും എല്ലാം കൂടെ ആ ഒരു വ്യക്തി ബാലൻസ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു വ്യക്തി ശരിക്കും പറഞ്ഞാൽ ഈ ഒരു റിലേഷൻഷിപ്പിനെ പറ്റി വളരെയധികം ആലോചിക്കുന്നുണ്ട്. ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ നെക്സ്റ്റ് സ്റ്റേജ് വരാനും ഫ്യൂച്ചറിനൊക്കെ പറ്റും. അപ്പോൾ അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെയാണ് ഈ ഒരു വ്യക്തി ഇത്രയും ഒരു ശാന്തതയൊക്കെ കാണിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പേഴ്സണ് നിങ്ങളോട് വളരെ സ്നേഹവും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇത്രയും നാൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ നിങ്ങളുടെ തമ്മിലെ ഓരോരോ പ്രോബ്ലംസ് ഈ ഒരു വ്യക്തിയുടെ ലൈഫിലും ഒക്കെ വന്നിട്ടുള്ളതൊക്കെ വെച്ചിട്ട് ഈ ഒരു പേഴ്സൺ ഓരോന്ന് റീതിങ്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു പേഴ്സണ് തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട് നിങ്ങളുടെ ആ ഒരു
അയാൾ നിങ്ങൾ അയാൾക്ക് നിങ്ങളിൽ അയാളുടെ ലൈഫിൽ വന്നിട്ടുള്ള ആ ഒരു ഇമ്പോർട്ടൻസും കാര്യങ്ങളൊക്കെ എല്ലാം അയാളിപ്പോൾ റീതിങ്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് നിങ്ങളുടെ എല്ലാ നല്ല കാര്യങ്ങളും നിങ്ങൾ ആ പേഴ്സൻ്റെ ജീവിതത്തിൽ വന്നതും ചെയ്തിട്ടുമുള്ള എല്ലാ കാര്യങ്ങളെയും ആദ്യം മുതൽ ആ ഒരു പേഴ്സൺ ഇങ്ങനെ ആലോചിച്ചും ഒക്കെ കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു പേഴ്സണ് ഉള്ളിൽ നിങ്ങളോട് സ്നേഹമുണ്ട് വളരെയധികം. നല്ല ചിലപ്പോൾ ചില ആൾക്കാർ ഇതിൻ്റെ അകത്ത് ബ്രേക്കപ്പോ ഒന്നും ഉണ്ടാവില്ലായിരിക്കും, നോർമൽ രീതിയിലായിരിക്കും ഈ റിലേഷൻഷിപ്പ് പോകുന്നത്. പക്ഷെ വേറെ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ഒക്കെ കൊണ്ട് ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം. അതായത് ചിലപ്പോൾ ഈ നിങ്ങൾ തമ്മിലുള്ള റിലേഷൻ ഫാമിലിക്കൊന്നും ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ അതൊക്കെ കൊണ്ടിപ്പോൾ അതും ഇതുമൊക്കെ കൂടെ അയാൾ ആലോചിച്ച് കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് വേണോ വേണ്ടയോ എന്നൊരു സ്റ്റേജ് ആയിരുന്നു. ഇപ്പോൾ അതിൽ നിന്നൊക്കെ മാറി നിങ്ങളെ അയാളുടെ ജീവിതത്തിലേക്ക് തന്നെ വേണം എന്ന് ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു ഡിസിഷൻ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് ആ ഒരു പേഴ്സൺ. അപ്പോൾ ഇയാളുടെ ജീവിതത്തിൽ ഒരു ഡിസിഷൻ മേക്കിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്, അതായത് നിങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ അയാൾക്ക് അയാളുടേതായിട്ടുള്ള സമയം കൊടുക്കുക. നിങ്ങൾ അങ്ങോട്ട് കൂടുതലും ഇറിറ്റേറ്റ് ചെയ്യാതിരിക്കുക. അതല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല എങ്കിലും പറയുകയാണ്. അപ്പോൾ അയാളുടെ ഉള്ളിൽ അങ്ങനത്തെ ഒരു ഒരു വല്ലാത്തൊരു മാനസികാവസ്ഥയിൽ കൂടെ പോയിക്കൊണ്ടിരിക്കണം. മേ ബി ഫാമിലിയിൽ നിന്നൊക്കെ ഒരുപാട് സ്ട്രഗിളൊക്കെ ചെയ്തിട്ടുള്ള ഒരാളായിരിക്കും ഈ റിലേഷൻഷിപ്പിനെ കീപ്പ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ നിങ്ങളുടെ വാല്യൂ ഒക്കെ ആ ഒരു പേഴ്സൺ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടി ആണിപ്പോൾ ആ പേഴ്സൺ, അതായത് ഇനി അയാൾ എടുക്കാൻ പോകുന്നൊരു ഡെസിഷൻ എന്ന് പറയുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് രണ്ടുപേർക്കും നല്ല രീതിയിൽ ഒരുമിച്ച് പോകാനും അങ്ങനത്തെ ഒരു ഡിസിഷൻ തന്നെയായിരിക്കും ആ ഒരു പേഴ്സൺ എടുക്കുന്നത്. അതല്ലെങ്കിൽ ഒരു നോ കോണ്ടാക്റ്റ് ആയിരിക്കുന്ന ആളാണെങ്കിൽ അയാൾ ഉടൻ തന്നെ നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാനും ഒക്കെ ചാൻസ് ഉണ്ട്. ബിക്കോസ് നിങ്ങളുടെ വാല്യൂ ആ ഒരു പേഴ്സൺ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിനെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ പറ്റി കൂടുതൽ അയാൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണിപ്പോൾ. നിങ്ങൾ തമ്മിൽ ഒരു ബ്രേക്കപ്പോ അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ എത്രത്തോളം ഇമ്പോർട്ടൻസ് ആണ്, നിങ്ങൾ എത്രത്തോളം സ്നേഹമാണ് ആ ഒരു പേഴ്സണ് കൊടുത്തത്, നിങ്ങളുടെ ഒരു വാല്യൂ, നിങ്ങളുടെ എല്ലാ പോസിറ്റീവ് കാര്യങ്ങളും ഒക്കെ ആ ഒരു വ്യക്തിക്ക് മനസ്സിലായിട്ടുണ്ട്. ഇതിപ്പോൾ ബ്രേക്കപ്പ് ആയിട്ടിരിക്കുന്ന ആൾക്കാരുടെ മാത്രം സിറ്റുവേഷൻ അല്ല. അതല്ലാതെ നിങ്ങൾ ഒരു റിലേഷൻഷിപ്പ് ഇപ്പോൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ കൂടെ തന്നെയും നിങ്ങളുടെ ആ ഇപ്പോൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു റിലേഷൻ ആണെങ്കിൽ കൂടെ തന്നെയും ആ ഒരു പേഴ്സണ് നിങ്ങളുടെ വാല്യൂ കൂടുതൽ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളില്ലാതെ ആ ഒരു പേഴ്സണിനും പറ്റില്ല. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ ആ ഒരു പേഴ്സൺ എല്ലാ തരത്തിലും ഇമോഷണലി ഒക്കെ സപ്പോർട്ട് ചെയ്തൊക്കെ ഇപ്പോൾ ആ ഒരു പേഴ്സണ് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ യാതൊരു കാരണവശാലും ഈ ഒരു വ്യക്തി നിങ്ങളെ ഇട്ടിട്ട് പോകുക ഉപേക്ഷിക്കുകയൊന്നും ഇല്ല. അതല്ലെങ്കിൽ നോ കോണ്ടാക്റ്റിലിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങളുടെ ആ ഒരു വില മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ അതൊക്കെ ഓർത്താണ് ആ ഒരു പേഴ്സൺ നോ കോണ്ടാക്റ്റിലിരിക്കുന്ന ആ ഒരു പേഴ്സൺ വിഷമിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ കണ്ടിന്യൂ നോർമലായിട്ട് ഇപ്പോൾ ഒരു റിലേഷൻ കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്ന ആളാണെങ്കിൽ അയാൾക്ക് കുറച്ചുകൂടെ മനസ്സിലായിട്ടുണ്ട്, ഓക്കെ നിങ്ങളിങ്ങനെയാണ്, നിങ്ങൾ അയാളെ വളരെയധികം സ്നേഹിക്കുന്നുണ്ട് എന്നൊക്കെ കുറച്ചുകൂടെ ക്ലാരിറ്റിയും കാര്യങ്ങളും ഒക്കെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ആ ഒരു വ്യക്തിക്ക് കിട്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ച പോലെ, നിങ്ങൾ സ്വപ്നം കണ്ട പോലുള്ളൊരു ജീവിതത്തിലേക്ക് തന്നെ വരും. അതേപോലെ തന്നെ വരുമെന്നാണ് യൂണിവേഴ്സ് നമുക്ക് തരുന്ന ആ ഒരു മെസ്സേജ് എന്ന് പറയുന്നതെങ്കിൽ. ബിക്കോസ് ആ ഒരു പേഴ്സൺ അത്രത്തോളം നിങ്ങളോട് അറ്റാച്ച്ഡ് ആണ്. അപ്പോൾ ആ ഒരു വ്യക്തിക്ക് നിങ്ങളില്ലാതെ പറ്റില്ല. അപ്പോൾ അയാൾക്ക് നിങ്ങളുടെ എല്ലാം, അതായത് നിങ്ങളുടെ ആ ഒരു ക്യാരക്ടറും നിങ്ങൾ ഇത്രയും നാളും കാണിച്ചിരുന്ന എല്ലാ സ്വഭാവങ്ങളും ഒക്കെ ആ ഒരു പേഴ്സണ് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എത്രത്തോളം ആ ഒരു പേഴ്സണെ കെയർ ചെയ്യുന്നു എന്നൊക്കെ ഇപ്പോഴത്തെ ഈ ഒരു ടൈം പീരീഡ് കൊണ്ട് ആ ഒരു പേഴ്സണ് മനസ്സിലായിട്ടുണ്ട്. തന്നെ ഈ ഒരു പേഴ്സണായിട്ട് നിങ്ങൾ മാരേജിലോട്ട് വരികയും നിങ്ങൾ നല്ലൊരു ഫാമിലി ആയിട്ട് ഒരുമിച്ച് നല്ല രീതിയിൽ തന്നെ നിങ്ങൾ ലൈഫ് പോവുകയൊക്കെ ചെയ്യുന്നതാണ് നമ്മളോട് യൂണിവേഴ്സ് പറയുന്നത്. അതുപോലെ തന്നെ ഒരു ബ്രേക്കപ്പിൽ നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ ആ ഒരു പേഴ്സണ് നിങ്ങളുടെ വില മനസ്സിലായിട്ടുണ്ട്. നിങ്ങളെപ്പറ്റിയുള്ള ചിന്തകളൊക്കെ തന്നെയാണ് ആ ഒരു പേഴ്സൻ്റെ ഉള്ളിൽ. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ ഈ ഒരു വ്യക്തി നിങ്ങളെ തിരിച്ച് കോണ്ടാക്റ്റ് ചെയ്യാനുള്ള ഇതൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു വ്യക്തി നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യും. ഇതുപോലെ തന്നെ നിങ്ങളായിട്ടുള്ളൊരു ലൈഫൊക്കെ ആ ഒരു പേഴ്സൺ സ്വപ്നം കാണുന്നുണ്ട്. അപ്പോൾ അതേപോലെ ഒരു മാരേജും ലോട്ടൊക്കെ പോകാനും ഒക്കെ, അതായത് നിങ്ങൾ തമ്മിൽ ഒരു റീയൂണിയനെ കൊണ്ടാനുള്ള ഒരു ചാൻസസ് ഉണ്ടെന്നാണ് യൂണിവേഴ്സ് നമ്മളോട് പറയുന്നത്. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന എനർജി അങ്ങനത്തെയാണ്. അപ്പോൾ ഈ ഒരു വ്യക്തി ബ്രേക്കപ്പ് ആയിരിക്കുന്ന ആൾക്കാരും അതല്ലാതെ നോർമൽ രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന റിലേഷൻഷിപ്പിലുള്ള ആൾക്കാരും ആണെങ്കിലും ആ ഒരു എനർജി ഫീൽ ചെയ്യുന്ന വെച്ചാൽ നിങ്ങൾ ഇത്രയും നാളും എന്തായിരുന്നോ അതിൽ നിന്നൊക്കെ മാറി ഇപ്പോൾ ഈ ഒരു പേഴ്സൺ എല്ലാം ബാലൻസ് ചെയ്യാൻ പഠിച്ചിട്ടുണ്ട്. നേരത്തെ ഫാമിലി ഇഷ്യൂസ് എന്തെങ്കിലും കാര്യം കൊണ്ട് നിങ്ങളോട് ചിലപ്പോൾ എന്തെങ്കിലും വിഷമിക്കുന്ന രീതിയിലോ
അല്ലെങ്കിൽ അയാളിൽ ഓൾറെഡി മെൻ്റലി പ്രോബ്ലം, അതായത് വിഷമിക്കുന്നത് കൊണ്ട് ചിലപ്പോൾ എല്ലാം ഒന്ന് പ്രോപ്പറായിട്ട് ചെയ്യാനൊന്നും പറ്റിയിട്ടുണ്ടാവില്ല. പക്ഷേ ഇനി ആ ഒരു പേഴ്സൺ എല്ലാം തന്നെ വളരെ സ്മൂത്തായിട്ടും എല്ലാം അയാളുടെ ലൈഫിൽ വന്നിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുമെന്നാണ് യൂണിവേഴ്സ് നമ്മളോട് പറയുന്നത്. അപ്പോൾ നിങ്ങൾ യാതൊരു വിധത്തിലും പേടിക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു പേഴ്സണും നിങ്ങളായിട്ടൊരു ലോങ് ടേം റിലേഷൻഷിപ്പ് തന്നെ ഉണ്ടാവുമെന്നാണ് നമ്മളോട് യൂണിവേഴ്സ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ റീഡിംഗ് തീരുന്നിരിക്കുന്നു. താങ്ക് യു മൈ സോൾ ഫാമിലി.